ക്ലാസ് തുടങ്ങാറായില്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമ്മള് നദികൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? നദികള് എവിടെ വരെയാ പറഞ്ഞു നിർത്തിയേ? ഗോദാവരി. ഗോദാവരി അല്ലേ? നെക്സ്റ്റ് മഹാനദിയാണ് കേട്ടോ, മഹാനദി. ഓക്കെ. ഓക്കെ, മഹാനദിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്നോട്. എന്തൊക്കെ അറിയാം മഹാനദിയെ കുറിച്ചിട്ട്? ഒഡീഷയുടെ ദുഃഖം. എന്താ? ഒഡീഷയുടെ ദുഃഖം. കേൾക്കുന്നില്ല മോളെ സ്വാതി, ക്ലിയർ ആവുന്നില്ല. ഒഡീഷയുടെ ദുഃഖം. ഒഡീഷയുടെ ദുഃഖം. ഓക്കെ. പിന്നെന്താ? അത് മാത്രമുള്ളോ? വേറെ ആർക്കൊന്നും അറിയില്ലേ മഹാനദിയെ കുറിച്ചിട്ട്? മഹാനദി നിങ്ങൾ കേട്ടിട്ടേ ഇല്ലേ? ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മഹാനദിയിലാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് അല്ലെ? ഓക്കെ. ഹിരാക്കുട്ട് അണക്കെട്ടിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അത്? ഒരു പ്രത്യേകതയുണ്ട് ഹിരാക്കുട്ട് അണക്കെട്ടിന്. എന്താ? ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട് അണക്കെട്ട്. ഓക്കെ. പിന്നെന്താ? രണ്ട് പോയിന്റ്സ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ രണ്ട് പോയിന്റ്? ജില്ലയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവം. ഏതാണ്? റായ്പൂർ ജില്ലയിലെ മലനിരകളിൽ നിന്ന്. റായ്പൂർ ജില്ലയിലെ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഓക്കെ. പിന്നെ സിദ്ധാർത്ഥ്, എന്താ സിദ്ധാർത്ഥെ? പോയിന്റ്സ് ഉണ്ടോ പറയാനായിട്ട്? പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയില് പാരദ്വീപ് തുറമുഖം. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ബംഗാൾ ഉൾക്കടലിലെ പതനം. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ. അപ്പൊ ഉത്ഭവം എവിടെ നിന്നായിരിക്കും? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് അല്ലെ? ഛത്തീസ്ഗഡ് സംസ്ഥാനം ഛത്തീസ്ഗഡ്. ജില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതാണ് ജില്ല? റായ്പൂർ. റായ്പൂർ ജില്ല. റായ്പൂർ ജില്ല. റായ്പൂർ ജില്ലയിലെ മലനിരകൾ അല്ലെ? ആ മലനിരകൾക്ക് ഒരു പേരുണ്ട്. പേരെന്തായിരിക്കും? ശിഖാവ കുന്നുകൾ. സിഹാവ മലനിരകൾ കേട്ടോ. ഓക്കെ. സിഹാവ മലനിരകൾ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങൾ ഒരാളൊന്ന് പറഞ്ഞേ ഇത് വെച്ചിട്ട് ഉത്ഭവം എങ്ങനെയാ? ഉത്ഭവം സംസ്ഥാനം പറഞ്ഞേ. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്ന്. സിഹാവ മലനിരകൾ. ഓക്കെ. അപ്പോ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അപ്പൊ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ട് 3 പോയിന്റ്സ് ആണുള്ളത് കേട്ടോ. 1 ഛത്തീസ്ഗഡ്, 2 റായ്പൂർ ജില്ല, 3 സിഹാവ മലനിരകൾ. ഓക്കെ. ഇനി ടോട്ടൽ ലെങ്ത് എത്രയാ വരുന്നേ? 857 കിലോമീറ്റർ അല്ലെ? ഓക്കെ. പിന്നെ എന്തിന്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നേ? ഒഡീഷയുടെ ദുഃഖം.
ആ, ഒഡീഷയുടെ ദുഃഖം. ഓക്കെ, നോട്ട് എഴുതിയെടുക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ? ഉണ്ട് മിസ്സേ. ഓക്കെ, അപ്പോ ഒന്നും കൂടി പറയാം. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 857 ആണ്, 857 കിലോമീറ്റർ. ഇനി ഒഡീഷയുടെ ദുഃഖം എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത്രയും ക്ലിയർ ആണല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് മഹാനദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി. ഓക്കെ, നമ്മള് വൃഷ്ടിപ്രദേശം ഞാൻ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാല്? എന്താ? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന സ്ഥലം. നിശ്ചിത പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ മഹാനദിക്ക് എന്തുണ്ട്? എല്ലാ നദിക്കും എന്തുണ്ട്? വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. മഹാനദിക്ക് എന്തുണ്ട്? വൃഷ്ടിപ്രദേശമുണ്ട്. അപ്പൊ മഹാനദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 1.42 സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തിന്റെ വിസ്തൃതി? മഹാനദീതടത്തിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. കിട്ടിയോ എല്ലാവർക്കും? എത്രയാ വിസ്തൃതി? എത്രയാ പറഞ്ഞത് ഞാൻ? 1.42 സ്ക്വയർ കിലോമീറ്റർ. ചതുരശ്ര കിലോമീറ്റർ കേട്ടോ. ഓക്കെ, ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നത്? ഛത്തീസ്ഗഡ്, ഒഡീഷ. ഛത്തീസ്ഗഡ്, ഒഡീഷ. അത് മാത്രമല്ലോ? ആ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമല്ലോ? ആണോ? പിന്നെ ഏതുണ്ട്? പിന്നെ ഏതാ ഉള്ളത്? ഇതിന്റെ പോഷക നദികൾ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയും വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മധ്യപ്രദേശും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, കൂടുതലായിട്ട് ഒഴുകുന്നത് ഒഡീഷയിലൂടെയും ഛത്തീസ്ഗഡിലൂടെയാണെങ്കിലും മധ്യപ്രദേശം എന്ത് വരുന്നുണ്ട്? ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ സൈഡിൽ എന്ത് ചെയ്യാം? ഒഡീഷ, ഛത്തീസ്ഗഡ് എന്ന് എഴുതാം. എന്റെ സൈഡിലായിട്ട് എന്ത് എഴുതാം? മധ്യപ്രദേശ് എന്ന് എഴുതിയിട്ട് പോഷക നദികൾ ഉത്ഭവിക്കുന്നത് ഈ സംസ്ഥാനത്ത് നിന്നാണെന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. ഒഡീഷയിലെ നദി ഒഴുകുന്ന ദൂരം എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒഡീഷയിലെ എത്രയായിരിക്കും? 4.8 ആണോ? എത്രയാ? 4.8 ആണോ? അല്ല അല്ല അല്ല, 4.8. ആകെ നീളം എത്രയാ ഞാൻ പറഞ്ഞത്? ആകെ ലെങ്ത് 857. അതിനകത്ത് 494 കേട്ടോ. 494 കിലോമീറ്റർ ഒഴുകുന്നത് ഒഡീഷയിലൂടെയാണ്. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഒഡീഷയിലൂടെയല്ല. അതേതായിരിക്കും? ഛത്തീസ്ഗഡ്. കേട്ടോ. ഓക്കെ, ഛത്തീസ്ഗഡിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. എന്നാൽ ഒഡീഷയിലൂടെ ഒഴുകുന്നത് 494 കിലോമീറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ പോഷക നദികൾ ഉണ്ടല്ലോ. ഏതൊക്കെയാ പോഷക നദികൾ വരുന്നേ? ഇബ്, ടെല്ല്, ഷിയോനാഥ്. ഇബ്, ടെല്ല്, ഷിയോനാഥ്, പിന്നെ ഓങ്. അത്രേ ഉള്ളോ? ഇബ്, ടെല്ല്, ഷിയോനാഥ്. വേറെ ഒന്നുമില്ല? വേറെ ഒന്നും കേട്ടിട്ടില്ലേ നിങ്ങള്? അത് ഓർത്തു വയ്ക്കേ, കിട്ടുമല്ലോ. 3 എണ്ണമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ? ഇബ് പറഞ്ഞു, ടെല്ല് പറഞ്ഞു, ഷിയോനാഥ് പറഞ്ഞു. ഇനി ബാക്കിയൊന്ന്
ഓർത്തു വെക്കുക, ഏതൊക്കെയായിരിക്കും? കിട്ടുന്നില്ല? ഞാൻ തന്നെ പറയട്ടെ എന്നാ. ആ പറഞ്ഞു. അതായത് മഹാനദിക്ക് പോഷക നദികളുണ്ട്. മഹാനദിക്ക് ഇടത് തീര പോഷക നദികളുണ്ട്, വലത് തീര പോഷക നദികളുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ, ഇടതും വലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മഹാനദിയുടെ ഇടത് തീര പോഷക നദികളിൽ നിന്ന് ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏതൊക്കെയാണെന്ന് എഴുതാം. ഞാൻ പറയാം. ഇടത് തീര പോഷക നദികളിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ അപ്പുറത്തായിട്ട് എന്ത് ചെയ്യാം, വലത് തീര പോഷക നദികളിലും കൂടി ഹെഡിങ് കൊടുക്കുക. ഓക്കെ, കൊടുത്തോ? ഓക്കെ, ഇനി ഇടത് തീര, അതായത് ലെഫ്റ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇടത് തീര പോഷക നദികളാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷിയോനാഥാണ്. ഓക്കെ, ഷിയോനാഥാണ് എന്ത്, ഇടത് തീര പോഷക നദികളില് ആദ്യത്തേത് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഹാസ്ഡോ. ഹാസ്ഡോ, ഹാസ്ഡോ ഞാൻ ഇത് ഇവിടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. സ്പെല്ലിങ് കിട്ടാത്തവരെ അതിനകത്തൊന്ന് നോക്കുക കേട്ടോ. ഹാസ്ഡോന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടായിരുന്നോ? കണ്ടു. ഓക്കെ, ആൻഡ് തേർഡ് വൺ മന്ത്. ഓക്കെ, മന്ത് അത് എഴുതണ്ടല്ലോ, മന്ത് കേട്ടോ, മന്ത്. അതാണ് മൂന്നാമത്തേത്. ഇടത് തീര പോഷക നദികളിൽ മൂന്നാമത്തേതാണ് മന്ത്. ഓക്കെ, അപ്പൊ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇടത് തീര പോഷക നദികൾ. ഏതൊക്കെയാ പറഞ്ഞത്? ഷിയോനാഥ്, ഹാസ്ഡോ, മന്ത്. ഹാസ്ഡോ, മന്ത്. ഓക്കെ, ഇനി വലത് തീര പോഷക നദികൾ കേട്ടോ. അടുത്തത് പറയാൻ പോകുന്നത് വലത് തീര പോഷക നദികളാണ്. ടെല്ല് ഒരെണ്ണമാണ്, ടെല്ല്. ആദ്യത്തേത് ടെല്ല്. ഓക്കെ, ടെല്ല്. ഓക്കെ, രണ്ടാമത്തേത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ജോങ്, റൈറ്റ് ഹാൻഡ് ആണ് പറയുന്നത്. കാണുന്നുണ്ടല്ലോ? മൂന്നാമത്തേത് ഓങ്. ഓക്കെ, ഫോർത്ത് വൺ എന്തായിരിക്കും? ഇബ്. ഓക്കെ, ഇബാണ് കേട്ടോ ഫോർത്ത് വൺ. ഓക്കെ, അപ്പോ വലത് തീര പോഷക നദികൾ ഏതൊക്കെയാ പറഞ്ഞൊന്ന്? ഏതൊക്കെയാ? ടെൽ, ജോങ്, ഓങ്, ഇബ്. ഓക്കെ, ഇനി ഇടത് തീര പോഷക നദികളാണെങ്കിലോ? ഷിയോനാഥ്, ഹാസ്ഡോ, മന്ത്. ഹാസ്ഡോ, മന്ത്. ഓക്കെ, വലത് തീരമാണെങ്കില് ടെല്ല്, ജോങ്, ഓങ്, ഇബ്. ഓക്കെ, ഇനി ഷിയോനാഥിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അത്? ഷിയോനാഥ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണത് ഷിയോനാഥ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. ഓക്കെ,
ഇനി അടുത്തത് വരുന്നത് മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പട്ടണങ്ങളൊന്ന് പറഞ്ഞേ. മഹാനദിയുടെ കട്ടക്ക് കട്ടക്ക് കട്ടക്ക്. ഓക്കെ, കട്ടക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ അവിടെ കട്ടക്കില്? നെല്ല് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്, ഒഡീഷ. ഓക്കെ, അപ്പോ മഹാനദിയുടെ തീരത്താണ്, നദീതീരത്താണ് എന്തുള്ളത്? കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി വേറെ 2 സ്ഥലങ്ങളും കൂടി ഉണ്ട്. ഏതായിരിക്കും അത്? പുരി. പുരി ഉണ്ടോ? മഹാനദിയുടെ തീരത്താണോ അത്? അല്ലേ? അതെ. ആണോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളത്? റാങ്ക് ഫയലിൽ കണ്ടിട്ടുണ്ടോ പുരി? സാമ്പൽപൂർ. സാമ്പൽപൂർ. സാമ്പൽപൂർ കേട്ടോ, സാമ്പൽപൂർ. കട്ടക്ക് പറഞ്ഞു, പിന്നെ അടുത്തത് സാമ്പൽപൂര്. ഇങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഉത്ഭവം പറഞ്ഞപ്പോൾ ഒരു ജില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊരു പട്ടണമാണ്. റായ്പൂർ. റായ്പൂർ. അപ്പോ 3 പ്രധാനപ്പെട്ട പട്ടണങ്ങളുണ്ട്. 1 സാമ്പൽപൂര്, 2 കട്ടക്ക്, 3 റായ്പൂർ. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അണക്കെട്ട്. ഏതാ? ഹിരാക്കുഡ്. ഹിരാക്കുഡ്. അണക്കെട്ട് അല്ലെ? ഓക്കെ, പിന്നെ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാ തുറമുഖത്തിന്റെ പേര്? പാരാദ്വീപ്. പാരാദ്വീപ് തുറമുഖം. ഇതൊക്കെ എന്താണ്? മഹാനദിയുടെ തീരത്താണ് കേട്ടോ. അപ്പോ മഹാനദിയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണത് ഹിരാക്കുഡ് അണക്കെട്ട്. ഇനി പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി മഹാനദി എവിടെയാ പതിക്കുന്നേ? പതിക്കുന്നത് എവിടെയാ? ബംഗാൾ. ബംഗാൾ ഉൾക്കടലാണ് അല്ലെ? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പാരാദ്വീപ് തുറമുഖത്തിനടുത്ത് വെച്ചിട്ടാണ് എന്ത് പതിക്കുന്നേ? മഹാനദി ബംഗാൾ ഉൾക്കടലില് പതിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് എവിടെയാ? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് മഹാനദിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഒരാളൊന്ന് പറഞ്ഞത് ക്ലിയർ ആയ ഒരാളൊന്ന് പറഞ്ഞേ. ഉത്ഭവം തുടങ്ങി പതനം വരെ ആര് പറയും? ആരാ പറയാ? ആരുമില്ലേ പറയാനായിട്ട്? ക്ലിയർ ആയില്ലേ അപ്പോ? അമ്പിളി ഒന്ന് പറയാമോ? പറയാം. മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ ശിഖാവ കുന്നുകളിൽ നിന്നാണ്. ഒഡീഷയുടെ ദുഃഖ എന്നറിയപ്പെടുന്നു. മഹാനദിയുടെ ദൂരം 857 കിലോമീറ്റർ ആണ്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. പിന്നെ പ്രധാന പോഷക നദികൾ, ഇടതുതീര പോഷക നദികൾ ഷിയോനാഥ്, ഹാസ്ദോ, മന്ത്. വലതുതീര പോഷക നദികൾ ടെൽ, ജോങ്, ഓങ്, ഇബ്. മഹാനദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ കട്ടക്, സാമ്പൽപൂർ, റായ്പൂർ. പിന്നെ ഹിരാക്കുഡ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് പാരദ്വീപ് തുറമുഖത്തിനടുത്ത് വെച്ചാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മഹാനദി ഒഴുകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഒഡീഷയില് 494 കിലോമീറ്റർ ഒഴുകുന്നു. ആയില്ലേ? ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഇനി
വേറൊരാളും കൂടി ഒന്ന് പറഞ്ഞേ. ഇത് എത്രയും കുറവ് പേര് കയറിയിരിക്കുന്നത്. ഇപ്പൊ ആളുകൾ കയറുന്നില്ലേ ക്ലാസ്സില്? ഇപ്പൊ ഇത്ര പേരേ ഉള്ളൂ. അതെ, മുമ്പ് ഉണ്ടായിരുന്നല്ലോ 100 സംതിങ് അല്ലേ? മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആരും കേരള കുറവാ. 30 പേര് കഷ്ടിയേ ഉണ്ടാവുള്ളൂ. അതെ, 30 പേരല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആരാ പറയുന്നേ? രേവതി പറയോ? രേവതി പറയാമോ? രേവതി പറയില്ല. സുരഭി ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. പിന്നെ ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ആ. പിന്നെ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഉം. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. ഉം. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ആ. പിന്നെ പോഷക നദികള് ഇടനീർ പോഷക നദികള് ഷിയോനാഥ്, ആസ്തോ, മന്ത്. വലത് തീര പോഷക നദികൾ ടെല്ല്, ജോങ്, പോങ്, ഇബ്. ടോട്ടൽ ലെങ്ത് 857 കിലോമീറ്റർ. കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. കുറവ് ദൂരം ഒഴുകുന്ന ഒഡീഷ 494 കിലോമീറ്റർ. പിന്നെ പാരാദ്വീപ് തുറമുഖത്തിന്റെ അവിടെ വെച്ചിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നത് പഠിച്ചിരുന്നോ നിങ്ങള്? മുമ്പത്തെ ക്ലാസ്സില്, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നേല് ഓർമ്മയില്ലേ? മറന്നുപോയോ എല്ലാവരും? മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലേനു. ഇല്ലായിരുന്നോ? ബാക്കിയുള്ളവരോ? സിദ്ധാർത്ഥ അവിടെ പോയോ? ഇല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരുന്നോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. വേറെ സ്ഥലം വരെ പോയിരിക്കുമായിരുന്നു. ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ മിസ്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഈ പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമപ്പെടുത്തുക. അതിനകത്ത് ഫസ്റ്റ് 1 എന്ന് കൊടുത്തിട്ട് മൗണ്ട് എവറസ്റ്റ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? മൗണ്ട് എവറസ്റ്റ് എന്ന് എഴുതാം. ഇനി രണ്ടാമത്തേത് കാഞ്ചൻജംഗ. മൂന്നാമത്തേത് നന്ദാദേവി.
നന്ദാദേവി. നാലാമത്തേത് മൗണ്ട് കേറ്റു. നാലാമത്തേത് മൗണ്ട് കേറ്റു. ഓപ്ഷൻ തരുന്നില്ല. ഒന്ന് നിങ്ങൾ ഓപ്ഷൻ തരാതെ ഒന്ന് ചെയ്തു നോക്കിയേ. ഉയരം കൂടിയതിൽ നിന്ന് ഉയരം കുറഞ്ഞ ക്രമത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ചെയ്ത് കഴിയുമ്പോ പറയാം കേട്ടോ. നന്ദാദേവി. ആ, നന്ദാദേവിയാണ് ആദ്യത്തേത്. എങ്ങനെയാ വരിക? ക്രമം എങ്ങനെയാ വരിക? 1, 2, 3 കേട്ടോ. ഫസ്റ്റ് എന്താ വരിക അപ്പോ? മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ്. രണ്ടാമത്തേതോ? മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു. ഇനി മൂന്നാമത്തേതാണെങ്കിലോ? പിന്നെ ശരിയാണ്. എല്ലാവരും ശരിയായോ? നന്ദാദേവി അല്ലേ പറഞ്ഞത്? തെറ്റിപ്പോയോ? തെറ്റിപ്പോയോ? ഇല്ല നന്ദാദേവി തന്നെ ഞാൻ പറഞ്ഞു. എല്ലാവരും ഒരുവിധം എല്ലാ ആളുകളും കമന്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? നേപ്പാളില്. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് ഉയരം വരുന്നത്? എത്രയാ? 8848 മീറ്റർ. 8848 മീറ്റർ ആണോ? കറക്റ്റ് ആണോ? മീറ്ററാ. 8848 തന്നെയാണോ? ഒരു 0.48 കൂടി ഉണ്ട്. ആ, ഇത് ഞാനിവിടെ കമന്റ് ചെയ്യാം കേട്ടോ. നോക്കിയേ, 8848.86 മീറ്റർ ആണ് എന്ത്? എവറസ്റ്റിന്റെ ഉയരം. ഓക്കെ, 2020-ലാണ് ആ 86 മീറ്റർ കൂട്ടിച്ചേർക്കപ്പെട്ടത് കേട്ടോ. ഓക്കെ, 2020. അതുവരെ എത്രയായിരുന്നു? 8848 ആയിരുന്നു. 2020 ശേഷമാണ് 86 കൂടിച്ചേർക്കപ്പെട്ടത്. ഇപ്പോൾ കൂടി കാണും. നമുക്കിനി അവര് മെഷർമെന്റ് നടത്തുമല്ലോ, അപ്പൊ അറിയാം. ഇപ്പൊ ഇത് തന്നെയാ. ഓക്കെ, ഒഫീഷ്യൽ ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ. ഇനി കൂടുമ്പോഴെന്താ സംഭവിക്കാം? അവര് പറയും നമ്മളോട് അല്ലെ. ഇപ്പൊ മാറ്റം വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റു. എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? കാരക്കോറം പർവ്വതനിരയിൽ. കാരക്കോറം പർവ്വതനിര. കാരക്കോറം പർവ്വതനിര ഇതിന്റെ ഭാഗമാ? ട്രാൻസ് ഹിമാലയൻ. POK കേട്ടോ. പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നേ? കാരക്കോറം മലനിരകൾ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. ഓക്കെ, പാക് അധിനിവേശ കാശ്മീർ. ഓക്കെ, ഉയരം എത്രയാ വരുന്നേ? 8611. 8611 കേട്ടോ. 8611 എന്തിന്റെ? മൗണ്ട് കേറ്റുവിന്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് എന്താ വരുന്നേ? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ. ആ, കാഞ്ചൻജംഗ അല്ലേ? കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാ? 8586 മീറ്റർ. 586. 8586 മീറ്റർ. 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗ. എവിടെ സ്ഥിതി ചെയ്യുന്നു? സിക്കിം. സിക്കിമിലല്ലേ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? കാഞ്ചൻജംഗ. അതാണ് പ്രത്യേകത. ഓക്കെ. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി ഏതാ അപ്പോ? നന്ദാദേവി. നന്ദാദേവിയുടെ ഉയരം എത്രയാ? 7817 മീറ്റർ. 7817 മീറ്റർ. നന്ദാദേവി കേട്ടോ. നന്ദാദേവി. ഓക്കെ. ഏത് സംസ്ഥാനത്താ സ്ഥിതി ചെയ്യുന്നേ? ഉത്തരാഖണ്ഡ്. കാഞ്ചൻജംഗ ആണെങ്കിലോ? കാഞ്ചൻജംഗ എവിടെയാ അപ്പോ? സിക്കിമിലാണ് കാഞ്ചൻജംഗ കേട്ടോ. നന്ദാദേവിയാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ഓക്കെ. അപ്പൊ മൗണ്ട് എവറസ്റ്റ് എവിടെയാ നമ്മൾ പറഞ്ഞായിരുന്നേ? നേപ്പാള്. മൗണ്ട് കേറ്റു ആണെങ്കിലോ? ഇനി കാഞ്ചൻജംഗ ആണെങ്കിലോ? സിക്കിം. നന്ദാദേവി ആണെങ്കിലോ? ഉത്തരാഖണ്ഡ്. ഓക്കെ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിന്റെ ഈ മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയും നന്ദാദേവിയും ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ? കാരക്കോറം. അതെങ്ങനെയാ വരുന്നേ? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി. ഏതാ പർവ്വതം? ഹിമാലയം. ഓക്കെ. ഹിമാലയത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇത് മൂന്നും കേട്ടോ. അപ്പൊ മൗണ്ട് കേറ്റു ആണെങ്കിലോ? അത് കാരക്കോറം പർവ്വതനിരയിൽ. കാരക്കോറം പർവ്വതനിരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കേറ്റു. ഓക്കെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഈ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും ക്ലിയർ ആണോ? ഓക്കെ. ടീച്ചർ ഈ പീക്ക് എവറസ്റ്റിനെ കുറിച്ച് പറയാം. പീക്ക് എവറസ്റ്റ്, മൗണ്ട് പീക്ക് എവറസ്റ്റ്. ക്ലിയർ അല്ല സിദ്ധാർത്ഥെ, കമന്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി ടീച്ചറെ കമന്റ് ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ.
ഓക്കെ, ഇനി അതിന്റെ താഴെ തന്നെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. അതായത് ഒരു ചോദ്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് ആദ്യത്തെ പ്രസ്താവന, രണ്ടാമത് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ. ഇനി രണ്ടാമത്തെ പ്രസ്താവന. ഓക്കെ, രണ്ടാമത്തേത്, ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഓക്കെ, ഇനി ഓപ്ഷൻസ് ആണ് ട്ടോ പറയാൻ പോകുന്നത്. ഓപ്ഷൻ എ, ഒന്ന് തെറ്റ്, രണ്ട് ശരി. ഒന്ന് തെറ്റ്, രണ്ട് ശരി. ഓപ്ഷൻ ബി, ഒന്ന് രണ്ട് ശരി. ഒന്ന് രണ്ട് ശരി. ഓപ്ഷൻ സി, ഒന്ന് രണ്ട് തെറ്റ്. ഒന്ന് രണ്ട് തെറ്റ്. ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. ശരി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് തെറ്റ്, ഒന്ന് ബിയാ. ഒന്ന് തെറ്റല്ലേ? ജമ്മു ലഡാക്ക് അല്ലേ? ഏതാണ്? ഒന്ന് തെറ്റ്, രണ്ട് ശരി. അതാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, ഒന്ന് തെറ്റ്, രണ്ട് ശരി. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന? ലഡാക്കാണ്, ജമ്മു കാശ്മീർ അല്ല ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ലഡാക്കാണ്. അതായത് പ്രസ്താവന, ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാ അതിന്റെ കീഴിൽ വരിക? ഏതൊക്കെയാ വരിക? പാകിസ്ഥാൻ, പറ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന. മൂന്നെണ്ണം കേട്ടോ. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളുമായിട്ടാണ് ആര് അതിർത്തി പങ്കിടുന്നേ? ആരാരും ഇവിടെ പറഞ്ഞേ? ലഡാക്ക് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, അപ്പോ രണ്ടാമത്തേത് ശരിയാണോ? അപ്പോ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണല്ലേ? ശരിയാണ്. ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത്? എന്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞേ, അറിയാവുന്നവര്. പഠിക്കാനില്ലേ? അല്ലേ? പഠിക്കാനുള്ളതല്ലേ? അതെ. ഒന്ന് ഓർത്ത് പറഞ്ഞേ, ആരാ ബില്ല് അവതരിപ്പിച്ചേ? അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത് അല്ലേ? ഓക്കെ, അദ്ദേഹം ആരാ? അമിത്ഷാ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ അല്ലേ? ഓക്കെ, ഇനി രാജ്യസഭ പാസാക്കിയതെന്ന ജമ്മു കാശ്മീരിന്റെ ഈ ഒരു വിഭജന ബില്ല്? 2019. 2019.
2019 അല്ലേ? ഒരു ഡേറ്റ് ഉണ്ടാവില്ലേ? എന്നായിരിക്കും അത്? അതറിയില്ല. അതറിയില്ല. ഓഗസ്റ്റ് 5 കേട്ടോ. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭ പാസാക്കുന്നത്. ഓക്കെ, ഓഗസ്റ്റ് 5. മിസ്സേ അമിത്ഷാ ജയിലിലാണെന്ന് പറയുന്നത് കേട്ടു, വാർത്തക്കകത്തൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അമിത്ഷാ ജയിലിലായിരുന്നു എന്ന്. മോനെ, മോൻ പറയുന്നത് എനിക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. ആരെങ്കിലും ആർക്കൊക്കെ ക്ലിയർ ആയോ പറഞ്ഞത്? സിദ്ധാർത്ഥ പറഞ്ഞത്? ഇല്ല. ഇല്ല. ഒന്ന് കമന്റ് ചെയ്താല് നല്ലായിരുന്നു. ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. അപ്പൊ 2019 ഓഗസ്റ്റ് 5-ന് അമിത്ഷാ രാജ്യസഭയിലാണ് ഈ ഒരു ഇത് ആദ്യം പാസ്സാക്കുന്നത്. ഇനി രാജ്യസഭ കഴിഞ്ഞ പിന്നെ ഏതാ വരിക? ലോക്സഭ. ലോക്സഭയാണല്ലേ? ഓക്കെ. ലോക്സഭയിൽ എന്നായിരിക്കും അപ്പോ? ഓഗസ്റ്റ് 6 ആറാണോ? 6. ഓഗസ്റ്റ് 6. ഓഗസ്റ്റ് 5-ന് രാജ്യസഭയാണെങ്കിൽ ഓഗസ്റ്റ് 6-ന് ലോക്സഭ. ഓക്കെ. ഓഗസ്റ്റ് 6-ന് ലോക്സഭ. ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നായിരിക്കും? രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടുണ്ടാവുക ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9. 3 കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഓക്കെ. 6-ന്റെ ഇതിൽ വരുന്നതാണ് അല്ലെ? 3-ന്റെ പട്ടികയിൽ വരുന്നതല്ലേ? 6ഉം 9ഉം ഒക്കെ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. 2019 ഓഗസ്റ്റ് 9. രാജ്യസഭ പാസാക്കി, ലോക്സഭ ഓഗസ്റ്റ് 6-ന് പാസാക്കി. പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 9-നാണ് എന്ത് സംഭവിക്കുന്നത്? രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് നിയമമാകുന്നത് അല്ലെ? ഓക്കെ. ആ നിയമം നിലവിൽ വരുന്നത് അതെന്നായിരിക്കും അപ്പോ? 2019 ഒക്ടോബർ 31. 2019 ഒക്ടോബർ 31-ന് ഈ ഒരു ജമ്മു കാശ്മീർ വിഭജന നിയമം നിലവിൽ വരികയുണ്ടായി. ഓക്കെ. ഇതനുസരിച്ചിട്ട് എന്താ ഈ ഒരു നിയമപ്രകാരം എന്താ സംഭവിച്ചേ? ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രദേശമാക്കി അല്ലെ? 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ലഡാക്കും ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും. ഒരു ആർട്ടിക്കിൾ റദ്ദാക്കി. എന്തായിരുന്നു? 370-ന്റെ പ്രത്യേകത എന്താ? ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഒഴിവാക്കി. 370. നമുക്കറിയാം അല്ലെ അവിടുത്തെ പ്രത്യേക അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രത്യേക എന്താ പറയാ, ഒരു നിയമാവലി തന്നെ ഉണ്ട് അവിടെ അല്ലെ? ആ ഒരു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? പ്രത്യേക അധികാരം എന്ന് പറയുന്നത് ആ ഒരു സംഭവം റദ്ദാക്കി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ജമ്മു കാശ്മീരിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? പഠിച്ചില്ലേ? ക്ലിയർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എഴുതുക കേട്ടോ. 3rd ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ പരിഗണിക്കുക. ഞാൻ 2 പ്രസ്താവന പറയും. അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പ്രസ്താവനകൾ പരിഗണിക്കുക. ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു തടാകം. ചെലമാവു തടാകം എന്നൊക്കെ പറയൂട്ടോ ഇതിനെ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു തടാകം. ഒന്നാമത്തേത്.
ഇനി രണ്ട് തടാകം ഏതാണ്? ചൊല്ലാമോ? ടൈപ്പ് ചെയ്യാം മോള്. ചൊലമാവു എന്നൊക്കെ പറയൂ കേട്ടോ, പല പ്രൊനൗൺസിയേഷനിൽ അറിയപ്പെടുക. ചൊലാമു. ഓക്കെ, എഴുതിയോ? ആദ്യത്തെ പ്രസ്താവന എഴുതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രസ്താവന. ചൊലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ചൊലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. എഴുതിയോ? മിസ് ഒന്നും കൂടി പറയോ? മോളെ, ആദ്യത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു തടാകം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു തടാകം. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ചൊലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ചൊലാമു തടാകം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. 1 ശരി 2 തെറ്റ്. ഇനി ഓപ്ഷൻ ബി 1 തെറ്റ് 2 ശരി. 1 തെറ്റ് 2 ശരി. ഇനി ഓപ്ഷൻ സി 1 2 ശരി. 1 2 ശരി. നെക്സ്റ്റ് 1 2 തെറ്റ്. 1 2 തെറ്റ്. ഏതാ കറക്റ്റ് ആൻസർ? എന്താ? സി ആണോ കറക്റ്റ് ആൻസർ? സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 1 2 ശരി. ഓക്കെ, പിന്നെ ആദ്യത്തെ പ്രസ്താവന എന്താ പറഞ്ഞിരിക്കുന്നേ? അമ്പിളി, എന്താ ആദ്യത്തെ പ്രസ്താവന? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചൊലാമു തടാകം. ശരിയല്ലേ പ്രസ്താവന? സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ചൊലാമു തടാകം? സിക്കിമില്. സിക്കിം. ഓക്കെ, അപ്പൊ നോക്കിയേ. അപ്പൊ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചൊലാമു തടാകമാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതപ്പോ? ചിൽക്ക. ചിൽക്ക. ചിൽക്ക അല്ലേ? ചിൽക്ക ഏത് സംസ്ഥാനത്താ സ്ഥിതി ചെയ്യുന്നേ? ഒഡീഷ. ഒഡീഷ. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ഊളാർ. എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? ജമ്മു കാശ്മീർ. കാശ്മീരിലല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതാ? കൊല്ലേരു. കൊല്ലേരു. കൊല്ലേരു എവിടെയാ? ആന്ധ്രയിലാണ്. കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഒരാള് പറഞ്ഞതൊന്ന് ആരാ പറയാ? ആരാ പറയാ? ധന്യ. ഇന്ത്യയിലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ചിൽക്ക. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? ഇന്ത്യയിലെ
ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആ ഏതാ? മൂളാർ തടാകം, ഏത് സംസ്ഥാനമാ? ജമ്മു കാശ്മീർ. ആ പിന്നെ അടുത്ത പോയിന്റ്. പിന്നെ രണ്ടാമത്തെ വലിയ തടാകം കൊല്ലേരു, ആന്ധ്രാപ്രദേശ്. ക്ലിയർ ആണ് അത്? ഇനി മാറിപ്പോവോ? ഇല്ല. എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? വേണ്ടല്ലോ? പറയണം. ഒന്നുകൂടി പറയണോ? മനസ്സിലായില്ല? ഒന്നുകൂടെ പറയണം. ഒന്നുകൂടി പറയണം. ഒന്നുകൂടെ പറയാമോ? ഞാൻ ഈ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നേ. ആ. എന്റെ ഫോൺ കേടായതുകൊണ്ട് ഗ്രൂപ്പ് ഇപ്പളാ കിട്ടിയത്. പറയാം. നേരത്തെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചൊലാമോ തടാകമാണ് അല്ലെ? ഉയരത്തിൽ നോക്കുമ്പോൾ ചൊലാമോ. ഓക്കെ, സിക്കിമിലാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം അതാണ് ചിൽക്ക തടാകം, ഒഡീഷ. വലുത് ചിൽക്ക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ബൂളാർ, ജമ്മു കാശ്മീർ. ഓക്കെ, ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാല് കൊല്ലേരു, ആന്ധ്രാപ്രദേശ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ചൊലാമോ, അതുപോലെ തന്നെ ചിൽക്ക, ബൂളാർ, പിന്നെ ലാസ്റ്റ് പറഞ്ഞത് കൊല്ലേരു. ഓക്കെ, ഞാൻ ഇനി ആൻസർ പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പറയണം. ഓക്കെ, റെഡിയാണോ? എങ്ങനെ? ഞാൻ ആൻസർ പറയും, നിങ്ങൾ ക്വസ്റ്റ്യൻ പറയണം. ശ്രമിക്കാം. ആരാ? ആര്യ പറ കേട്ടോ. ബൂളാറിന്റെ പ്രത്യേകത എന്താ? ബൂളാർ എന്താ ക്വസ്റ്റ്യൻ? ചലം നദി ഒഴുകിയെത്തുന്ന തടാകം. ചലം നദിയല്ല, ഞാനിപ്പൊ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ബൂളാറ് എന്തായിരുന്നു മോളെ? ബൂളാറ് പറഞ്ഞേ കേട്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സംസ്ഥാനം ഏതാ? ജമ്മു കാശ്മീര്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അമ്പിളി. ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. ഓക്കെ, രേവതി. കൊല്ലേരു. രേവതി പോയോ? ശുദ്ധജല തടാകം കൊല്ലേരു. ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ശുദ്ധജല. ഓക്കെ, ഇനി നിസാർ ഇബ്രാഹിം. എന്തായിരുന്നു പറയണല്ലോ? ചൊലാമോ. നിസാർ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചേ? ഒന്ന് പറഞ്ഞേ, നദിനെ കുറിച്ചിട്ട് പറഞ്ഞേ. മറന്നുപോയോ? മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിക്കാവ മലനിരകളിൽ നിന്ന് ഉത്ഭവം. പിന്നെ ഞാൻ ഓരോരുത്തരെ മോളെ ഞാൻ ചോദിക്കാം, ചോദിക്കുന്നവര് പറഞ്ഞാ മതി കേട്ടാ. മോളിപ്പോ ഉത്ഭവം പറഞ്ഞു. ഇനി ടോട്ടൽ ലെങ്ത് പറയാ കേട്ടോ. ജിതേഷ് രാജു. 857 കിലോമീറ്റർ. 857 അല്ലേ? ഓക്കെ. സുരഭി. നവ്യ. ആരും പറയുന്നില്ലല്ലോ. നവ്യ. ഒഡീഷയിലൂടെ ഒഴുകുന്നത് എത്ര ദൂരമാ? ഒഡീഷയിലൂടെ ആരാ പറയാ?
റയ ഫാത്തിമ. ഞാൻ പറയാം മിസ്സേ. ആ പറ. 857 കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. ഉം. ഒഡീഷയിലൂടെ ഒഴുകുന്നത് 494 കിലോമീറ്റർ. ആ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഛത്തീസ്ഗഡിൽ കൂടിയാണ്. ആ ബാക്കി പറഞ്ഞോളൂ മോളെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ ചിലപ്പോ ചോദിക്കുന്നവര് പറയില്ല. റീഷ്ണ അല്ലേ? റീഷ്ണ ഉത്ഭവം തൊട്ട് പതനം തന്നെ പറഞ്ഞോളൂ. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിക്കാവ മലനിരകളിൽ നിന്നാണ് ഉത്ഭവം. ആ. 857 കിലോമീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ലെങ്ത്. ഉം. ഒഡീഷയുടെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. ആ. മഹാനദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉം. ഛത്തീസ്ഗഡ്, ഒഡീഷ, പിന്നെ മധ്യപ്രദേശിൽ കൂടിയാണ് ഒഴുകുന്നത്. ഉം. പോഷക നദികൾ കൂടുതൽ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലൂടെയാണ്. ഉം. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഛത്തീസ്ഗഡിൽ കൂടിയാണ്. ഉം. പിന്നെ ഇടതുതീര പോഷക നദികള് ഷിയോനാഥ്, ഹാസ്ഡോ, മന്ത്. ഉം. വലതുതീരം ടെല്ല്, ജോങ്, ഓങ്, ഇബു. ഉം. പിന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നദിയാണ് ഷിയോനാഥ്. ഉം. മഹാനദി കൂടെ അടുത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് കട്ടക്ക്, സാമ്പൽപൂർ, റായ്പൂർ. ഉം. ഇന്ത്യയിലെ തന്നെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഉം. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള തുറമുഖമാണ് പാരാദ്വീപ്. ഉം. പിന്നെ അണക്കെട്ട് ഹീരാകുണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാകുണ്ട്. ഉം. പതനം പാരാദ്വീപ് തുറമുഖത്തിനടുത്ത് വെച്ച് ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി ഒരാളും കൂടി പറയാ കേട്ടോ. ഇതുപോലെ തന്നെ ഒരാളും കൂടി പറയാം. എനിക്കറിയേണ്ട നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ഒരാള് കൂടി പറയാം. ആരാ പറയാ? ധന്യല്ലേ നേരത്തെ പറഞ്ഞു തുടങ്ങിയ? ധന്യ തന്നെ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിക്കാവ മലനിരകളിൽ നിന്ന് ഉത്ഭവം. ഉം. പിന്നെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഉം. വൃഷ്ടിപ്രദേശത്തിന്റെ വിസ്തൃതി 1.42 കിലോമീറ്റർ സ്ക്വയർ. ആ. പിന്നെ മധ്യപ്രദേശ് കൂടിയാണ് കൂടുതലും പോഷക നദികൾ ഉത്ഭവിക്കുന്നത്. ഉം. ടോട്ടൽ ലെങ്ത് 857 കിലോമീറ്റർ. ആ. ഒഡീഷയിൽ കൂടി ഒഴുകുന്ന ദൂരം 494 കിലോമീറ്റർ. ആ. പോഷക നദികള് ഇടതു തീരം ഷിയോനാഥ്, ഹാസ്ഡോ, മന്ത്. അതില് ഷിയോനാഥ് ആണ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. ഉം. പിന്നെ വലതുതീര നദികള് ടെല്ല്, ജോങ്, ഓങ്, ഇബ്. ഉം. പിന്നെ പ്രധാന പട്ടണങ്ങള് കട്ടക്ക്, അവിടെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. ഉം. പിന്നെ സാമ്പൽപൂര്, റായ്പൂര്. ഉം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ അണക്കെട്ടായ ഹീരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഉം. പാരാദ്വീപ് തുറമുഖം. ഉം. പിന്നെ പതനം ബംഗാൾ ഉൾക്കടലിൽ. ഓക്കെ, ഇനി ബോയ്സിൽ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. അർജുനും രജു, അരുൺ രാജു. അരുൺ രാജു പറയാമോ ഒന്ന്? അരുൺ, ബോയ്സില് ആരെങ്കിലും ഒരാള് പറയോ? ആരാ പറയാ? അഖിൽ. ആരും പറയില്ല അല്ലെ? ഇനി ആരെങ്കിലും ഒരാളെ കൂടി പറയാം കേട്ടോ. ഒരാള്, ലാസ്റ്റ് വൺ. ഇനി ആരുമില്ലേ പറയാനായിട്ട്? രേവതി. രേവതി പറയാമോ? റയ ഫാത്തിമ. ആരുമില്ല? ക്ലിയർ ആണോ എല്ലാവർക്കും? വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടി അല്ല, വീട്ടിൽ ചെന്നിട്ട് സോറി, ഓഫ്ലൈൻ പിള്ളേരാണെന്നൊക്കെ പറഞ്ഞതാണ്. വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാ, ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഇതും റാങ്ക് പോയിരുന്നേ. എന്താ? ഈ ഗ്രൂപ്പ് എന്റെ പോയിരുന്നു, എന്നെ ഒന്ന് ആഡ് ചെയ്യണേ. ആ ആ ആ ആ ആ ആഡ് ചെയ്തേക്കാം. ഓക്കെ. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സില് കാവേരിയാണ് പഠിക്കാനുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് വരിക കേട്ടോ, കാവേരി നദി.
താങ്ക് യു മിസ്. ഓക്കെ, മിസ്സിന്റെ ക്ലാസ് ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല, ലീവായിരുന്നു. ത്രോട്ടിന്റെ പ്രോബ്ലം കാരണേ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സൗണ്ട് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം. ഇപ്പൊ പുതിയ ടീച്ചേഴ്സ് ആണ് എടുക്കണത്. ഞങ്ങൾക്കപ്പൊ മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ബുദ്ധിമുട്ടാ, പുതിയ ഇത് മാറി മാറി വരുന്നതുകൊണ്ടേ. ജോഗ്രഫി ആണോ? ജോഗ്രഫി ആണോ മോളെ? എല്ലാ സബ്ജക്റ്റും ഉണ്ട്. മിസ്സിന്റെ ക്ലാസ്സിലെ ദിവസങ്ങളൊക്കെ ഇന്നലെയൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. എന്താ മോളെ? കേട്ടില്ല കേട്ടോ. ഇന്നലെ ഇംഗ്ലീഷ് ആയിരുന്നു ഇന്നലെ. ആ പുതിയ മിസ്സൊക്കെ ആയതുകൊണ്ട് ഞങ്ങക്ക് ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് ക്ലിയർ ആവണില്ല പഠിപ്പിക്കണത്. ഞാൻ റെസ്റ്റിലായിരുന്നു ഒരു മാസം ആയിപ്പോ. നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പിന്നെ ഞാൻ വന്നിട്ടില്ല ഇവിടെ. എന്നാ വരുന്നേ? മിസ്സിന്റെ ക്ലാസ്സിൽ മുടക്കം വരുമോ? എന്താ മോളെ? മിസ്സിന്റെ ക്ലാസ് ഇനി മുടങ്ങോ? ഇന്ന് തുടങ്ങുമോ നോക്കി. കേൾക്കുന്നില്ല, ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് ക്ലിയർ ആവുന്നില്ല. അങ്ങനെയല്ല മിസ്, ഇനി എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് ജോഗ്രഫി പക്കയായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ബാക്കി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ പുതിയ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് ശരിയായിക്കോളൂ, ഓക്കെ ആയിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് റെസ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസം, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ ഓക്കെ ആയിട്ടുള്ളൂ, ഓക്കെ ആയി വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര സ്പീഡാണെങ്കിൽ സ്പീഡൊന്ന് കുറച്ച് പറയാൻ പറഞ്ഞിരിക്കുക ഡോക്ടർ. ഓക്കെ, ക്ലിയർ ആവുള്ളൂ, അതാണ്. എന്താ മിസ് എടുത്താൽ നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു.